നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വരുന്ന ഞായറാഴ്ച ഗുരു പൂർണിമയാണ്. എങ്ങനെയാണ് ഗുരു പൂർണിമ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊന്ന് ആണ് ഇന്നത്തെ ടിപ്സിൽ. ആ ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനിന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്യൂ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നമുക്ക് ഈ 2 ദിവസത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഒരു യാത്രയിലായിരുന്നു തലശ്ശേരിയിലോട്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ഇടാൻ പറ്റിയില്ല. എല്ലാ ഇതായിട്ടാണ് പോയത്. പക്ഷേ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരമില്ല. കംപ്ലീറ്റ് മഴയാണ്. ഇപ്പോഴും അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ക്ഷമിക്കാം. വിഷയത്തിലോട്ട് കിടക്കാം. നമ്മുടെ നാളെയും മറ്റന്നാളും 2024 ജൂലൈ മാസം 19-ാം തീയതി, കൊല്ലവർഷം 1199, കർക്കിടക മാസം 4-ാം തീയതി, വെള്ളിയാഴ്ച നാളത്തെ സൂര്യോദയം രാവിലെ 6:15 സൂര്യോദയം. വൈകുന്നേരം 6:41 സൂര്യാസ്തമയമാണ്. രാഹുകാലം 10:54 12:27 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:03 12:26 മധ്യയാണ്. മുഹൂർത്തം 12:30 12:52 മധ്യയാണ്. ഗുളികൻ ഉദയം 7:48 9:21 മധ്യയാണ്. യമകണ്ഠ സമയം 3:33 5:06 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. മൂലം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം. യാത്ര, അതേപോലെ തന്നെ ഈ ലോങ് യാത്രയ്ക്കൊന്നും അധികം പാടില്ലാത്തൊരു ദിവസമാണ്. വിവാഹം, അതേപോലെ തന്നെ പെണ്ണുകാണൽ ചടങ്ങൊക്കെ നടത്തുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കിണർ അല്ലെങ്കിൽ തടാകം ഇതൊക്കെ ഉണ്ടാക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. ഇപ്പോൾ ഒരു പുതിയൊരു വീട് വയ്ക്കുകയാണെങ്കിലും, ഇപ്പോൾ സാധാരണ കർക്കിടകത്തിൽ ആരും വീട് വയ്ക്കാറില്ല. വച്ചു എന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല. ചില ആൾക്കാർ വീട് വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ആ വീട്ടിലത്തേക്ക് നമുക്ക് കിണറൊക്കെ കൊഴിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു സമയമുള്ള ദിവസമാണ് നാളത്തെ ദിവസം. നാളത്തെ അങ്ങനെ ചെയ്ത് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒറ്റ പവർഫുള്ളായിട്ടുള്ള ദിവസമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന് അടുത്ത് ഏതെങ്കിലും ദുർഗാദേവി ക്ഷേത്രമോ ഭദ്രകാളി ദേവി ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ആ ക്ഷേത്ര ദർശനം നടത്തി രക്തപുഷ്പാർച്ചന നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചുമന്ന തെച്ചിപ്പ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് കുങ്കുമത്തിൽ മുക്കി ദേവിക്ക് അർച്ചന നടത്തുന്ന രക്തപുഷ്പാർച്ചന അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി കുറേ ഡിസ്ചാർജ് ആവാനുള്ള കഴിവാണുള്ളത്. അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂൽ ദോഷം, വസുപൂജ ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂൽ ദോഷമുണ്ട്. അപ്പോൾ പിണ്ടനൂൽ ദോഷമൊക്കെ വളരെ നമ്മൾ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. പിണ്ടനൂൽ ദോഷമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2024 ജൂലൈ മാസം 20-ാം തീയതി, കൊല്ലവർഷം 1199, കർക്കിടക മാസം 5-ാം തീയതി, ശനിയാഴ്ചയാണ്. ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:15 സൂര്യോദയം. വൈകുന്നേരം 6:41 സൂര്യാസ്തമയമാണ്. രാഹുകാലം 9:21 10:54 മധ്യയാണ്. മുഹൂർത്തം അഭിജിത്ത് മുഹൂർത്തം 12:03 12:26 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:30 12:52 മധ്യയാണ്. ഗുളികൻ ഉദയം 6:15 7:48 മധ്യയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം 2 മണിക്കും 3:33 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നോക്കാം. പൂരാടം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു ദിവസം കൂടിയാണ്. എന്നാലും ഗൃഹനിർമ്മാണത്തിനും കൃഷിപ്പണിക്കൊക്കെ ഉള്ള മണ്ണൊരുക്കുവാനും അതിനൊക്കെ കൊള്ളാം. വിവാഹത്തിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കിണർ കുഴിക്കുവാനും കുളം കുഴിക്കുവാനും അങ്ങനെയൊക്കെ പറ്റിയിട്ട് കൃഷി ആവശ്യങ്ങളായിട്ടുള്ള എന്ത് കാര്യങ്ങളും തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ്. പിന്നെ ഗൃഹനിർമ്മാണം സ്റ്റാർട്ട് ചെയ്യേണ്ട, ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണൊക്കെ പ്ലോട്ടൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ്. ആ ദിവസത്തെ ഇപ്പം ശനിയാഴ്ച ദിവസം സൂര്യദേവ മഠ കുബേരാശ്രമത്തിൽ വെച്ച്
ശനീശ്വര പൂജയും അതേപോലെ തന്നെ കുബേര പൂജയുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വന്ന് പങ്കെടുക്കാൻ വരുന്നവർക്ക് ഒരു 108 കോയിൻ കൊണ്ടുവരണം. കോയിൻ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ ഒരു തേങ്ങ വീട്ടിൻ്റെ എല്ലാവരുടെയും തലക്കൊഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു വീടിന് 3 വല്ല തുരിഞ്ഞൊരു തേങ്ങ കൊണ്ടുവരിക. ഇത്രയും കൊണ്ടുവന്നിട്ടാണ് നമുക്ക് കുബേര പൂജ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. കുബേര പൂജ ഏകദേശം ഉച്ച ആകുമ്പോഴാണ്. ഉച്ചയിൽ ഒരു 11 മണിയാകുമ്പോൾ കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യും. ഒരു 12:30 മണി വരെ ഉണ്ടാകും. അഭിജിത്ത് മുഹൂർത്തത്തിലാണ് കുബേര പൂജയുടെ സമർപ്പണം നമ്മൾ നടത്തുന്നത്. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റാണ് ആ പൂജ ചെയ്യാൻ പറ്റുന്നത്. ആ പൂജയുടെ ഒരു വീഡിയോ ക്ലിപ്സിങ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തേക്കാം. അത് ചെയ്യുന്നവർക്ക് വളരെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഒത്തിരി ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ശനീശ്വര പൂജയും നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കാം. നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കുബേര പൂജയ്ക്ക് പങ്കെടുക്കുവാൻ ശ്രമിക്കുക. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം. പിണ്ടനൂർ ദോഷം, അസുവജ ദോഷം, കരിനാർ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട്. അപ്പോൾ ഈ 2 ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷമുണ്ട്. അപ്പോൾ പിണ്ടനൂർ ദോഷം എന്നുള്ള പരിഹാരം നമുക്ക് പറ്റുമെങ്കിൽ 16 തികയുന്നതിന് മുമ്പ് അവിടെ വെച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ പരിഹാരം അറിയാവുന്നുള്ളൊരു കർമ്മിയെ വിളിച്ച് അത് ചെയ്യിപ്പിക്കുക. അത് ചെയ്ത് അത് നമുക്ക് ഈ ദോഷങ്ങളെല്ലാം എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ദോഷമുണ്ടാകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഗുരുപൂർണിമയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഗുരുപൂർണിമ എന്ന് പറയുമ്പോൾ ഈ വരുന്ന ഞായറാഴ്ചയാണ്. നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാരും എന്ത് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാൾ നിങ്ങളുടെ ഗുരുവായിട്ട് വരും. അപ്പോൾ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗുരുവിനെ ചെന്നൊന്ന് കാണുക. ആ ഗുരുവിനെ ചെന്ന് കണ്ട ഒരു കാലൊക്കെ തൊട്ടൊന്ന് വന്ദിക്കുക. കാരണം ആധ്യാത്മികമായിട്ടുള്ള ഗുരുക്കളുണ്ട്. ആധ്യാത്മികമായിട്ടുള്ള ഗുരുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മന്ത്രദീക്ഷ തന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ ഗുരുസ്ഥാനിയായിട്ട് കാണുന്നവരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെയും പോയി നമ്മൾ കാണാൻ പറ്റുമെങ്കിൽ പോയി കണ്ട് യഥാവധി ദക്ഷിണ, അവർക്കങ്ങനെ ദക്ഷിണയുടെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമില്ല എന്തെങ്കിലും നമ്മളൊരു ദക്ഷിണയും കൊടുത്തിട്ട് നമുക്ക് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് ഗുരുപൂർണിമയ്ക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അത് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ നിങ്ങളുടെ വീട്ടിൽ സന്ധ്യസമയത്ത് വീടിൻ്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കാം. ഞാൻ മുമ്പ് ഒരു ദിവസം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം ഒരു കോടിമുണ്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ എങ്ങനെ, അതായത് പുതിയ മുണ്ട് വാങ്ങിക്കാം. അത് വാങ്ങാൻ കഴിയാത്തൊരു പുതിയൊരു തോർത്ത് വാങ്ങിച്ചാലും മതി. ഒരു പുതിയൊരു തോർത്തുമുണ്ട് വാങ്ങി അവിടെ വച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെറ്റില, അടയ്ക്ക, പുകയില ഇതെല്ലാം ചേർത്ത് ചുണ്ണാമ്പ് വയ്ക്കുന്നുണ്ട്. ചില ഏരിയകളിൽ ചുണ്ണാമ്പ് വയ്ക്കുന്നില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് ആ വെറ്റിലയുടെ ആ മുണ്ടിൻ്റെ അല്ലെങ്കിൽ തോർത്തുമുണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒരു നാമ്പിലയ്ക്കകത്ത് വെച്ചതിന് ശേഷം പ്രസംഗ സമയത്ത് ഒരു വിളക്കം കത്തിച്ച് വെച്ച് ഒരു ചന്ദനത്തിനെയും കത്തിച്ച് വെച്ച് എൻ്റെ എല്ലാ ഗുരുക്കന്മാരും, ഈ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നമ്മുടെ പഠിപ്പിച്ചിട്ടുള്ള ഗുരു മാത്രമല്ല നമ്മുടെ ഗുരുവായിട്ട് വരുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഗുരുനാഥനുണ്ട്. അതെന്ന് പറയുമ്പോൾ ഈ കുടുംബക്ഷേത്രങ്ങളുള്ള ആൾക്കാർക്കൊക്കെ അത് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. കുടുംബക്ഷേത്രത്തിനകത്ത് നമ്മുടെയൊക്കെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. എല്ലാവർക്കും ഉണ്ട് കുടുംബക്ഷേത്രം. അവർക്ക് ആ കുടുംബക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ തൊട്ടടുത്ത് ആ ഗുരുവിൻ്റെ സ്ഥാനം ഉണ്ടാകും. ഒന്ന് ഈ യോഗീശ്വരനായിട്ടോ മന്ത്രമൂർത്തിയായിട്ടോ എന്തെങ്കിലും ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിനാണ് ഏറ്റവും പവർഫുൾ. കാരണം അദ്ദേഹം കാരണമാണ് ആ ദേവി ചൈതന്യം അവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു ഉപാസകനായിരുന്നത് കൊണ്ട് അദ്ദേഹം ഉപാസിച്ച് കൊണ്ടുവരുന്ന ദേവി ചൈതന്യത്തെയാണ് അവിടെ കുടിയിരുത്തിയിട്ടുള്ളത്. ആ കുടിയിരുത്തുമ്പോൾ പറയുന്നത് എന്താണ്? എന്നെയും എൻ്റെ പിറക്കും തലമുറകളെയും സംരക്ഷിച്ചു കൊണ്ടുപോകണേ ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പിറക്കും തലമുറകളും നമ്മുടെ തലമുറയ്ക്ക് എത്തുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കതിന് സംരക്ഷണം കിട്ടും. അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഗുരു എവിടെയാണോ നിങ്ങളുടെ ഗുരു ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണ്, ആ ഗുരുവിനെ തേടി കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കോഴിമുണ്ടും കുറച്ച് വെറ്റിലയും കുറച്ച് പുകയിലയും കുറച്ച് പാക്കും കുറച്ച് ചുണ്ണാമ്പും കൂടെ വെച്ച് അവിടെ വച്ചതിന് ശേഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. കാരണം ഗുരു ആണ് ഏറ്റവും പവർഫുൾ. എപ്പോഴും പറയാറുണ്ട്, ഗുരു തരുന്ന മന്ത്രദീക്ഷയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ദീക്ഷയില്ലാത്തവർക്ക് മോക്ഷമില്ല എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റേതായ പവിത്രതയിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതിനോടൊപ്പം വളരെ അതിൻ്റെ ആ കിട്ടുന്ന മന്ത്രം ജപിച്ച് നമ്മളതിന് ബൈഹാർട്ടാക്കുക. നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ, ഗുരുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്? എന്തെങ്കിലും സംശയം വിളിച്ചോളൂ. മറ്റൊരു കാര്യം കൂടെ പറയാനാണ്. വരുന്ന 28-ാം തീയതി ഞായറാഴ്ച നമ്മുടെ സൂര്യദേവ കുബേര ആശ്രമത്തിൽ ഭഗവാൻ ഹേമന്ത ശങ്കർ, അതായത്
തൃശ്ശൂർ ഭസ്മ ആശ്രമത്തിലെ ഒരു സന്യാസി ആണ്. സന്യാസി എന്ന് പറയാൻ പറ്റില്ല, പാലി എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റിൻ്റെ 3 ശിഷ്യന്മാരിൽ ഒരാളാണ്. ഇന്ത്യയിലുള്ള ഒരേ ഒരു ശിഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഒത്തിരിയുണ്ട്. കിക്ക് ബോക്സിങ്ങിൽ 3 പ്രാവശ്യം ഇന്ത്യൻ ചാമ്പ്യനായിരുന്ന ആളാണ്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് 8th ലെവൽ കഴിഞ്ഞ ആളാണ്. ചീക്കുങ്ങും 9th ലെവൽ വരെ കഴിഞ്ഞ ആളാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സൂര്യദേവപുര കുബേരാശ്രമം സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അഷ്ടസിദ്ധികളും നേടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ദർശനം മാത്രമേ തന്നെ നമ്മുടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഡിസ്ചാർജ് ചെയ്യും. അത്രയും പവർഫുള്ളാണ്. അപ്പോൾ വരുന്ന 28-ാം തീയതി അദ്ദേഹത്തിൻ്റെ ദർശനം സൂര്യദേവപുര കുബേരാശ്രമത്തിൽ വെച്ചുകൊണ്ട്, അപ്പം നിങ്ങൾ ഇനി പത്തനംതിട്ട ജില്ലയോ കൊല്ലം ജില്ലയോ ട്രിവാൻഡ്രം ജില്ലയോ എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് നേരിട്ടിവിടെ വരാം. രാവിലെ തൊട്ട് ദർശനം സ്റ്റാർട്ട് ചെയ്യും. തലേ ദിവസം നിങ്ങൾ വന്ന് രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ട്. വരൂ, നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗുരു എനിക്ക് മന്ത്രദീക്ഷ തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പേർല സ്വാമി എൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആധ്യാത്മികമായിട്ടുള്ള ഗുരു. ഇത് മന്ത്രദീക്ഷ തന്നിട്ടുള്ള ഗുരു. ഈ രണ്ടും ഇതാണ്. അപ്പോൾ ആ ഒരു അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ അയക്കാം. അദ്ദേഹത്തിന് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇവിടെ നമ്മുടെ ഗുരുവായൂരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിര ആശ്രമം. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. വളരെ പവർഫുള്ളായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരാൻ കഴിയുന്നുള്ളവർ നേരത്തെ എന്നെ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ എനിക്കിവിടെ അറേഞ്ച് ചെയ്ത് തരട്ടെയോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എത്ര പേര് വരും എന്നുള്ള കാര്യം എന്നെ ഒന്ന് അറിയിക്കുക. 28-ാം തീയതിയാണ്. 28-ാം തീയതി കഴിയുന്നുള്ളവരെത്തിക്കോളൂ കേട്ടോ. വരുന്നതിൻ്റെ അടുത്ത ഞായറാഴ്ചയാണ്. വളരെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ തന്നെ എന്താ പറയുക, സക്സസ് ആയി കഴിയും. എൻ്റെ ഗുരുവായതുകൊണ്ട് പറയല്ല, എല്ലാം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നേരത്തെ നിങ്ങളൊന്ന് ബുക്ക് ചെയ്തോളൂ കേട്ടോ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.
ശങ്കരായ